ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു റിവ്യൂ പോലെ ചെയ്യാമേ. അതായത് വിക്കോ ടെർമറിക് സ്കിൻ ക്രീമില്ലേ, അത് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. 5 രീതികളാണ് കാണിക്കുന്നത്. വിക്കോ ടെർമറിക് സ്കിൻ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പണ്ട് കാലം തൊട്ട് പരസ്യങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. ഇതിനകത്ത് മഞ്ഞളും സാൻഡൽവുഡ് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടാകുന്ന ഒരു ആയുർവേദിക് ബെനിഫിറ്റ്സ് ഉള്ളൊരു ക്രീമാണ്. ഇത് നമ്മുടെ മുഖത്ത് പാടുകൾ അല്ലെങ്കിൽ ബ്ലെമിഷൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടും സ്കിന്നിനൊരു ബ്രൈറ്റനിങ്, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊതുവേ യൂസ് ചെയ്യാറുള്ളതാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്തിടാം. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ ഞാനൊരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് വളരെ കുറച്ച് എമൗണ്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കാം. അതിനൊപ്പം ഏകദേശം ഒരു 2-3 ഡ്രോപ്പ് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്ലിസറിൻ ചേർക്കുമ്പോഴത്തേക്കും സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. രാത്രി മൊത്തവും നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനും നല്ല ഫേസൊക്കെ നമ്മൾ സോഫ്റ്റായിട്ട് യങ് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും. ഗ്ലിസറിൻ നമുക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. പിമ്പിൾസിൻ്റെ പാടുകൾ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുരുക്കളുള്ള ഭാഗത്തേക്ക് മാത്രമായിട്ട് കുറച്ച് ക്രീം എടുക്കുക. അതിലേക്ക് ഒരു 1-2 ഡ്രോപ്പ് ടീ ട്രീ എസെൻഷ്യൽ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തുള്ള മഞ്ഞളും സാൻഡൽവുഡ് ഓയിലും അതുപോലെ തന്നെ ടീ ട്രീ എസെൻഷ്യൽ ഓയിലെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആക്നെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാകുന്ന പാടുകളും വേഗം തന്നെ പോവുകയും ചെയ്യും. ഇതിങ്ങനെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ നന്നായിട്ട് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെ കുരുക്കളുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് രാത്രി മൊത്തം അങ്ങനെ തന്നെ വെച്ചേക്കുക. പിന്നെ മെയിൻലി വിക്കോ ടെർമറിക് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് തരാൻ വേണ്ടി ഒരു പാക്ക് പോലെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഫംഗ്ഷനോ മറ്റോ പോകണമെങ്കിൽ അതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ക്വിക്കായിട്ടുള്ള ട്രിക്കാണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ക്രീം എടുക്കുക. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വിക്കോ ടെർമറിക് എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൈലിൻ ക്ലേയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈലിൻ ക്ലേ പല വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് വൈറ്റ് വേർഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. സ്കിൻ വൈറ്റനിങ് ക്രീംസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കൈലിൻ ക്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഫൈനലി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1-2 ഡ്രോപ്പ് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു നന്നായിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഇതും സഹായിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈവൻ ലെയറായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു നനഞ്ഞ തുണി എടുത്തിട്ട് അല്ലെങ്കിൽ വെറ്റ് വൈപ്പ് യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. മുഖത്ത് നല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് നല്ല ഡിഫറൻസ് തോന്നാറുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും സ്കിൻ നല്ല സോഫ്റ്റ് ആവുന്ന പോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. വ്യത്യാസം തോന്നുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സാധാ പോലെ മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് മോയ്സ്ചറൈസറും ബാക്കി കാര്യങ്ങളും ചെയ്താൽ മതിയാവും. ഇനി ഇത് ഞാനൊരു ഡേ ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറായിട്ടും അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല. പക്ഷേങ്കിൽ എൻ്റെ മുഖം വല്ലാതെ ഡള്ളായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് തോന്നണം എന്നൊരു തോന്നൽ വരുമ്പോൾ യൂസ് ചെയ്യുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രീം മുഖത്തിടാൻ വേണ്ടി മാത്രം എത്ര വേണ്ടി വരുമോ അത്രയും കയ്യിലെടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ മുഖത്ത് വിയർപ്പ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്കിൻ നല്ല ബ്രൈറ്റായിട്ടും ഇരിക്കാറുണ്ട്. പിന്നെ ഫൈനലി എന്തെങ്കിലും കൊതുകോ അല്ലെങ്കിൽ മറ്റോ കടിച്ചിട്ട് തണുത്ത് കിടക്കില്ലേ, ചെറിയ റെഡ്നെസ് വരുമ്പം കയ്യിലോ മുഖത്തോ എവിടെയെങ്കിലുമൊക്കെ വരുമ്പം ഇത് ഞാൻ ആ ഭാഗത്ത് വെറുതെ അപ്ലൈ ചെയ്യാറുണ്ട്. ചെറിയ മൈനറായിട്ടുള്ള നമുക്ക് മുറിവ്, അതായത് നഖമൊക്കെ കൊണ്ട് മുറിയുമ്പോഴൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. ടെർമറിക് നമ്മുടെ സ്കിന്നിന് ഒരു ആൻറ്റിസെപ്റ്റിക് പോലെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലെ റെഡ്നെസ്സും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുറച്ച് സ്കിന്നിനെ വേഗം ഹീൽ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇത്രയും രീതികളിലാണ് ഞാൻ വിക്കോ ടെർമറിക് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യുന്നത്.
ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനലിലേക്ക് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടെ ഓൺ ചെയ്തിരുന്നത് എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്താലും ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. സോ താങ്ക്സ് a lot for watching. Take care. Bye.